അറിയാൻ കഴിഞ്ഞ വർഷങ്ങളിലുള്ളത് പോലെ തന്നെ ഒരു 50% മുകളിൽ കുട്ടികളും എയ്സിൽ പഠിച്ച കുട്ടികളായിരിക്കും, യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് വന്നു. LPSAയിൽ 733 അഡ്വൈസ് പോയപ്പോൾ അതിൽ 350-ലധികം കുട്ടികളും എയ്സിൽ പഠിച്ച കുട്ടികളായിരുന്നു. കേട്ടിട്ട് കിട്ടിയതിൽ ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട്. വലിയൊരു സന്തോഷമാണ്. കാരണം ഇങ്ങനൊരു നിമിഷം ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് 2-3 ക്ലാസ്സൊക്കെ കേട്ട് അങ്ങനെയാണ് ഞാൻ പോയത്. കുഴപ്പമില്ലാത്ത മാർക്കോട് കൂടി 99 മാർക്കോട് കൂടി കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചു. നാട്ടിൽ എന്നാലും പഠിത്തം നടക്കാത്തതുകൊണ്ട് ഇവിടെ റൂം എടുത്ത് ഞങ്ങളങ്ങനെ പഠിക്കുക ചെയ്തത്. അതുകൊണ്ട് കഴിച്ചിലായി പോരാൻ പറ്റി. ഞാനിപ്പോൾ D.Ed കഴിഞ്ഞിട്ട് 8 വർഷത്തോളമായി. മാത്സ് എന്താ ഇംഗ്ലീഷ് എന്താന്നുള്ളത് അറിയ പോലും ഇല്ല എനിക്ക്. പക്ഷെ ഇവിടെ വന്നതിന് ശേഷമാണ് മാത്സും ഇംഗ്ലീഷിലൊക്കെ കുറച്ച് ക്ലാസ് കിട്ടി. അത് നല്ല രീതിയിൽ എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ട് എനിക്ക് നല്ല മാർക്കുണ്ട്. 90-ലേറെ മാർക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടുന്ന്. റീഡിങ് ഫെസിലിറ്റീസ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും ഞങ്ങൾക്ക് 2 മെൻറ്റേഴ്സ് ഉണ്ടായിരുന്നു. നല്ല ഉഷാറായിരുന്നു. അവരെയാണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും നോക്കിയത്. അപ്പം അതിന് ഓലോടും ഒരുപാട് നന്ദിയുണ്ട്. നല്ല പ്രതീക്ഷയോടെ കേട്ടിട്ട് നടന്നു പറഞ്ഞിട്ട് പ്രതീക്ഷയോടെ ഇവിടെ വന്ന് ചേർന്നു. കേട്ടിട്ട് നേടാൻ സാധിച്ചു. അടുത്ത ബാച്ചിൽ, അതായത് ആ എക്സാം എഴുതി കഴിഞ്ഞ സമയത്ത് എനിക്ക് 1 മാർക്കിനാണ് പോയിട്ടുണ്ടായിരുന്നത്. എനിക്ക് അപ്പം തന്നെ മനസ്സിലായി കുറച്ച് നേരത്തെ ഇവിടെ ജോയിൻ ചെയ്യായിരുന്നു എന്നുള്ളത്. അങ്ങനെ പിറ്റത്തെ അടുത്ത, അതായത് ഇപ്പോൾ ഈ കഴിഞ്ഞ ബാച്ചിൽ തന്നെ ഫസ്റ്റിൽ തന്നെ ഞാൻ വന്ന് ജോയിൻ ചെയ്തു. അതെനിക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കാരണം ശരിയാണ്, കേട്ടിട്ടെന്ന് പറയുമ്പോൾ ചില ആളുകൾ, പുറമെല്ലാ ആളുകളൊക്കെ നോക്കുമ്പോൾ എന്താ വലിയ എന്തെങ്കിലും ആണോ കിട്ടിയിട്ട്, എന്തൊരു എക്സാം കഴിഞ്ഞിട്ടും എന്തൊരു നേട്ടം കിട്ടിക്കഴിഞ്ഞാലും വലിയൊരു ആദരവ്, അഭിനന്ദനങ്ങൾ കിട്ടുമ്പോൾ ഏതൊരു ചെറിയ കാര്യത്തിനും അപ്രീസിയേഷൻ കിട്ടുക എന്ന് പറയുമ്പോൾ, നൽകുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. എയ്സിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേട്ടറ്റ് സ്റ്റുഡൻസിനായിട്ട് മാത്രമായിട്ടുള്ള ഒരു റീഡിംഗ് റൂം ഇവർ ഒരുക്കി തന്നിട്ടുണ്ട്. ഇവിടെ എന്താ പ്രിൻസിപ്പാൾ പറഞ്ഞേ, ഈ ആദ്യം പോയി കേട്ടിട്ട് നേടി എന്നിട്ട് വാ, എന്തായാലും വേണ്ടില്ല ഈ കേട്ടിട്ട് ഞാൻ നേടുകയും ചെയ്യും, എന്നിട്ട് വാന്ന് പറഞ്ഞപ്പോൾ ഇത് അത് നേടൂലെന്നൊരു തോന്നലല്ലേ സാർക്ക്. അപ്പോൾ എന്തായാലും വേണ്ടില്ല, കേട്ടിട്ട് നേടും. എന്നിട്ട് സാറെടുത്തേക്ക് വരും. എന്തായാലും ഇവിടുത്തെ ഈ കാറ്ററ്റിൽ എനിക്ക് വിജയിക്കാൻ സാധിച്ച് അതിനുള്ള എല്ലാ അഭിനന്ദനങ്ങളും മഞ്ചേരി എയ്സിനാണ്.